ഹേയ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ACCAയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഇപ്പോൾ ഒരു കൊല്ലത്തിന് മേലെയല്ല ഞാനൊരു കോഴ്സ് ചെയ്യുന്നു. എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും എനിക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി എന്തൊക്കെയാണ് ഫീൽ ചെയ്തതെന്നുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത്. അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സാലറി പാക്കേജ് ആണെങ്കിലും അതേപോലെ തന്നെ 21 വയസ്സിൽ 8 to 10 ലക്ഷം വരെ സാലറി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ ഒരുപാട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ എന്തുകൊണ്ടാണ് ACCA ഒരു ആക്ഷൻ എടുക്കാത്തത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയുന്നതായിട്ട് ഒരിക്കലും നിങ്ങൾ ഈ കോഴ്സിന് ചേരാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം 21 വയസ്സിൽ ഒന്നാമത് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കലാണ്, കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ ഒരു നോർമൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പ്രാക്ടിക്കലല്ല 21 വയസ്സിൽ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഡയറക്റ്റ് നമുക്ക് 8 ലക്ഷം 12 ലക്ഷം പാക്കേജ് ഒന്നും കിട്ടില്ല. അങ്ങനെ കിട്ടുന്ന ചുരുക്കം ചിലവരുണ്ടാവും. അത് അവരുടെ പേഴ്സണലായിട്ടുള്ള ക്വാളിറ്റീസ് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഹൈ പാക്കേജ് കിട്ടുന്നത്. അപ്പോൾ അവരിങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് എല്ലാവർക്കും കിട്ടുമെന്ന് പറയുന്നതിലൂടെ ഒരുപാട് പേർക്കൊരു ഫാൾസ് ഹോപ്പാണ് അതിലൂടെ കൊടുക്കുന്നത്. അതായത് ഒരു 8 ലക്ഷം 12 ലക്ഷമൊക്കെ സ്റ്റാർട്ടിങ് സാലറി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ സംബന്ധിച്ച് ഭയങ്കര സാലറിയാണ്. ഒരു മാസം 80,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ അത്ര ചെറിയ കാര്യമല്ല. അങ്ങനെ കിട്ടണമെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഫേക്ക് അഡ്വർടൈസിങ് ഒരുപാടുണ്ട്. നിങ്ങളായ കെണിയിൽ പോയി പെടാതിരിക്കുക. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് പേര് എക്സംഷൻസ് എടുക്കുന്നുണ്ട്. അതായത് ACCA എന്തുകൊണ്ടാണ് ഇങ്ങനെ 9 പേപ്പറൊക്കെ വാരിക്കോരി എക്സംഷൻസ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ ഈ ACCA + BCom പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഒരിക്കലും ഒരു ACCA ഓപ്റ്റ് ചെയ്ത് അത് ഓരോ എക്സാമും എഴുതി പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് അത്ര നോളേജോ അല്ലെങ്കിൽ സ്കില്ലോ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാക്കൽറ്റീസിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ACCA കംപ്ലീറ്റ് ചെയ്ത പ്രൊഫഷണൽസിനോട് ചോദിക്കാം. അങ്ങനെയൊക്കെ ആണെന്ന് അറിഞ്ഞിട്ടും അവർ ഈ കുറച്ചൊരു ക്യാഷിന് വേണ്ടിയിട്ട്, അതായത് ഈ എക്സംഷൻ എടുക്കുമ്പോൾ അവർക്ക് എക്സാം നടത്താതെ അഡീഷണലായിട്ട് കിട്ടുന്ന ഒരു ഇൻകമാണ്. അപ്പോൾ ഈ ഇൻകത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്ര അധികം എക്സംഷൻസ് വാരിക്കോരി കൊടുക്കുന്നതെന്നാണ് വേറെ ചില പേജുകളിലൂടെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിന് ഒരുപാട് പേജുകളുണ്ട് ACCAക്കൊക്കെ. അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ലല്ലോ, കാരണം ഞാൻ എക്സംഷൻ എടുത്തൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ എക്സംഷൻസ് എടുക്കാതെ ഡയറക്റ്റ് ACCA പഠിച്ച് തന്നെ പാസ്സാവാൻ നോക്കുക. കാരണം ഒരു കോർപ്പറേറ്റ് ഫീൽഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഉടായ്പ കാണിച്ച് എക്സംഷനും മേടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് ഇൻ്റർവ്യൂവിനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. കാരണം സംഭവം സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആ സർട്ടിഫിക്കറ്റിൽ പറയുന്ന നോളേജ് നമുക്ക് വേണം. ആ നോളേജ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ 9 പേപ്പർ ഇതേപോലെ എക്സംഷൻ എടുത്ത സ്റ്റുഡൻസ് ബാക്കി പ്രൊഫഷണൽ ലെവലിൽ പാസ്സാവാൻ വെറും 30% മാത്രമേ ചാൻസ് ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ സോഴ്സിൽ നിന്ന്, ട്രസ്റ്റഡ് സോഴ്സിൽ നിന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളതല്ല. പിന്നെ എനിക്കിതിൽ വളരെ ബുദ്ധിമുട്ടായി തോന്നിയ കാര്യം എന്ന് പറയുന്നത് എക്സാം ഫീ ആണ്. ഒരു എക്സാമിന് 15,000 രൂപ എന്നൊക്കെ പറയുന്നത് വളരെ അൺറീസണബിളാണ്. നമ്മൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിന് എക്സാം എഴുതാൻ പറ്റണമായിരുന്നു. 15,000 എന്നുള്ളത് ഒരു 10,000 7,000 ആക്കി അങ്ങനെ കുറയ്ക്കാൻ പറ്റണമായിരുന്നു. കാരണം റീസിറ്റ് അല്ലേ. ഇതൊന്നുമല്ല. നമ്മൾ ഒരു പ്രാവശ്യം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ സെയിം എമൗണ്ട് ഒന്നുകൂടി പേ ചെയ്യണം. അപ്പോൾ ഇത്രയും ഹാർഡായ ഒരു കോഴ്സാണ്. ചിലപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ പേപ്പേഴ്സ് തോറ്റുന്ന് വരും. അത് ഭയങ്കര ഒരു ഡ്രോബാക്കാണ്. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ACCAക്ക് ചേരാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും അത് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്കും അത് വളരെ മെൻ്റലി ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ പറയുന്നതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ നിർത്തിപ്പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആൾക്കാർക്ക് ചോദിക്കും ACCA ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിർത്തി, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് പറയാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ നല്ലപോലെ ആലോചിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മാത്രം ഈ ഒരു കോഴ്സിന് ചെയ്യാം. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ACCAൻ്റെ വാല്യൂ കുറയുമോ. ഇപ്പോൾ കുറേ പേര് എക്സംഷൻസ് എടുക്കുന്നുണ്ട്. നല്ല ചാൻസ് ഉണ്ട് ACCAൻ്റെ വാല്യൂ കുറയാൻ. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഈ 9 പേപ്പർ എക്സംഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് ചെയ്യുന്ന വളരെ ഒരു ചതിയാണെന്ന് തന്നെ പറയാം.
സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ ACCAൻ്റെ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുകയും വാല്യൂ കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. ഒരു ചാൻസേ ഉള്ളൂ. എനിക്ക് ഇതിനെപ്പറ്റി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണലൊന്നും അല്ലല്ലോ. എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാനലിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇനി എൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്ന രീതിയിൽ ഞാൻ പറയാം. ഞാനിപ്പോൾ ഒരു +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. എനിക്ക് മുന്നിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അതിന് ഞാൻ ACCA സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ACCA സെലക്ട് ചെയ്യില്ല എന്നേ പറയുള്ളൂ. കാരണം ഇതിനുള്ളൊരു സ്ട്രഗിള്, ഇതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ റെഡിയാണ്. പക്ഷേ ഇത്രയൊന്നും പണിയെടുക്കാതെ അവിടെ എക്സംഷൻ എന്നും പറഞ്ഞ് 9 പേപ്പർ പാസ്സായി വരുന്ന സ്റ്റുഡൻസ് ഉള്ളപ്പോൾ നമ്മളെന്തിന് ഇത്ര എഫേർട്ട് എടുക്കണം എന്നൊരു കാര്യം എൻ്റെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ട്. പക്ഷേ ഇവിടം വരെ എത്തി, ഇനി ആകെ 3-4 പേപ്പറും കൂടെ അല്ലേ ഉള്ളൂ എന്നൊരു മനസ്സമാധാനത്തിൽ ഞാനിതങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഞാനെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ACCA എടുക്കില്ല. ഇവിടെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല സൗണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ വീഡിയോ പെട്ടെന്ന് നിർത്തുകയാണ്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.